ഹായ്. അപ്പോൾ ഇന്ന് ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കും. ഇത് ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആവാൻ സാധ്യതയുണ്ട്. കാര്യം വേറൊന്നുമില്ല, ഈ പ്രേതമുണ്ടോ ഇല്ല എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തതാണ്. പക്ഷേ ഇത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമില്ല. ഈ അലക്സാണ്ടർ ജേക്കബ് സാർ ഇപ്പോൾ 24 ന്യൂസിൽ ഒരു പ്രോഗ്രാമിൽ വരികയും അതിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് ഭയങ്കരമായ ബാക്ക്ലാഷ് ഒക്കെ ഉണ്ടായി. നിങ്ങളും കണ്ടിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടോ. മോക്ഷം കിട്ടാത്ത ആത്മാവുകൾ ഇങ്ങനെ അലയുന്നു എന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർ നമുക്കിടയിലുണ്ട്. ചാരു അങ്ങനെ ഒരാളാണ്. അല്ല, ആദ്യമായിട്ട് ഈ പ്രേമം ഭൂതം ആത്മാവ് എന്താണ് എന്ന് മനസ്സിലാക്കണം. പ്രേമം ഭൂതം ആത്മാവ് എന്നൊക്കെ പറയുന്ന ഒരു അസ്ട്രൽ ബോഡിയാണ്. അപ്പൊ നമുക്ക് വിബ്ജിയോർ എന്ന് പറഞ്ഞ വയലറ്റിന്റെയോ ബ്ലൂ ഗ്രീനോ ഓറഞ്ച് റെഡ് ലൈറ്റ് ആസ്പദമായ ലോകം 20%. ഡാർക്ക് വേൾഡ് ആണ് 80% എന്ന് പറയുന്നത്. നമുക്ക് 20 ഡെസിബിൾ തൊട്ട് 20,000 ഡെസിബിൾ വരെ കേൾക്കാൻ പറ്റും നമ്മുടെ ചെവി കൊണ്ട്. ബാക്കി കേൾക്കാൻ പറ്റത്തില്ല. 10% ലോകത്തിലെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും. 90% ശബ്ദം നമുക്ക് ലോകത്തിൽ കേൾക്കാനേ പറ്റില്ല. അതുപോലെ നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളെ 5 സെൻസസേ ഉള്ളൂ. പക്ഷെ ലോകത്തിൽ 10 ഡയമെൻഷൻ ഉണ്ട്. അതായത് 5 ഡയമെൻഷനെ മനുഷ്യ ശരീരത്തിൽ ദൈവം തന്നിട്ടുള്ളൂ. അപ്പൊ ഈ ഡയമെൻഷൻ വെച്ചിട്ട്, ഈ വ്യൂവർഷിപ്പ് വെച്ചിട്ട്, ഈ കേൾവി ശബ്ദം വെച്ചിട്ട് നമുക്ക് അറിയാവുന്നത് 20% ലെസ് ഉള്ള ലോകം മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ട് ഒരാൾ വ്യാഖ്യാനിക്കുമ്പോൾ അതിനപ്പുറത്തുള്ള ലോകത്തെ പറ്റി മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹം ഈ പറഞ്ഞതിനോട് ഞാൻ വളരെ യോജിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ സെൻസ് വെച്ചിട്ട് എല്ലാം അറിയാൻ സാധിക്കില്ല എന്നുള്ളൊരു ഫാക്റ്റാണ്. അതിപ്പോൾ ശാസ്ത്രം തന്നെ പറയുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഹ്യൂമൻ കോൺഷ്യസ്നെസ്സിന് ഒരു ലിമിറ്റുണ്ട്. നമുക്കറിയാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് ഒരു ലിമിറ്റുണ്ട്. ഇപ്പം 20,000 ഡെസിബൽ വരെ നമ്മളെ കേൾവി ശക്തിക്ക് കേൾക്കാൻ സാധിക്കും. അതിനും പുറമേ ഉള്ള ശബ്ദങ്ങൾ ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കത് കേൾക്കാൻ സാധിക്കില്ല. എനിക്കാണ് 20 ഡെസിബലിന് താഴെ ഉള്ളത് നമുക്ക് കേൾക്കാൻ സാധിക്കില്ല. എന്നാൽ അത് കേൾക്കാൻ സാധിക്കുന്ന ചില മൃഗങ്ങളൊക്കെ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അതൊക്കെ ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെയാണ് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ഈ നമ്മുടെ പ്രപഞ്ചത്തിൽ ഭൂരിഭാഗവും ഈ ഡാർക്ക് മാറ്റർ ആണെന്നുള്ളത്. ഈ ഡാർക്ക് മാറ്റർ ആണെന്നുള്ളതും ഒരു ശാസ്ത്രപരമായിട്ടുള്ള കണ്ടുപിടുത്തം തന്നെയാണ്. ഡാർക്ക് മാറ്റർ അല്ലെങ്കിൽ ഡാർക്ക് എനർജി എന്ന് പറയുന്നത്. അതായത് പ്രപഞ്ചത്തിൽ വാക്യൂം അല്ല, കൂടുതലും ഇത്തരം കാര്യങ്ങളാണുള്ളത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് തിയറൈസ് ചെയ്തതാണ്. അത് പ്രൂവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ഞാൻ പറയുന്നത്, പക്ഷെ അവർ ഈ ഡാർക്ക് മാറ്റർ, ഡാർക്ക് എനർജി എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന എന്താ, ഈ അത്ഭുത പ്രപഞ്ചത്തിൻ്റെ മറ്റേ ഈ ഉദ്ബോധനത്തിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങളൊന്നും അല്ല അവർ പറയുന്നത്. അവർ പറയുന്നത് ബേസിക്കലി നമ്മുടെ പ്രപഞ്ചത്തിൽ പല ഫില്ല് ചെയ്യാൻ പറ്റാത്ത പോർഷൻ എല്ലാം കൂടി ഫില്ല് ചെയ്ത് പോകുന്നത് നമുക്ക് അറിയാൻ കഴിയാത്ത ഒരു എനർജി ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്പേസ് ഫില്ല് ചെയ്യുന്ന ഒരു കമ്പോണൻ്റ് ഉണ്ട്. ആ കമ്പോണൻ്റ് എന്താണെന്ന് നമുക്കറിയില്ല എന്ന് വെച്ചിട്ടാണ് ഒരു ഡാർക്ക് മാറ്റർ, ഡാർക്ക് എനർജി എന്ന് പേരിട്ടെന്നേ ഉള്ളൂ. അല്ലാതെ അതിനൊരു മിസ്റ്റിക്കൽ ആസ്പെക്റ്റ് ഇതുവരെ ശാസ്ത്രം പോലും കണക്കാക്കിയിട്ടില്ല. ഇദ്ദേഹം അത് കണക്കാക്കിയാണ് പറയുന്നത്. ഇതിന് ഫോളോ അപ്പ് ആയിട്ട് ഇദ്ദേഹം വേറെയും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഒന്ന് കണ്ടിട്ട് പറയാം. മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ട് ഒരാൾ വ്യാഖ്യാനിക്കുമ്പോൾ അതിനപ്പുറത്തുള്ള ലോകത്തെ പറ്റി മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അസ്ട്രൽ ബോഡി എന്ന് പറയുന്നത് ഈ മനുഷ്യന്റെ സപ്ത അല്ലെങ്കിൽ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാവുന്ന അപ്പുറത്തൊരു ലോകത്തിൽ നിന്ന് ഒരു അസ്ട്രൽ ബോഡി, ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഇല്ലാതെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ ലോകത്തേക്ക് ചിലപ്പോൾ വരും. സാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ചിലപ്പോൾ ആത്മീയമായ സ്പിരിച്വൽ പവർ ഉള്ളവർ അവർ ഈ മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തുള്ള ലോകത്തിലേക്ക് പോയി അസ്ട്രൽ ബോഡിയുമായി ബന്ധപ്പെടാൻ പറ്റും. അങ്ങനെ വരുന്നതാണ് ഈ ഭൂതം, പ്രേത, ആത്മാവെന്ന് പറയുന്നത്. ഞാൻ 5 തവണ ഭൂതത്തെയും പ്രേതത്തെ ആത്മാവിനെയും കാണുകയോ അനുഭവിക്കുകയോ ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. അത് സാറ് ഈ പോലീസുകാരുടെ ഇതിൽ ഇദ്ദേഹം പറയുന്നത്, ഇദ്ദേഹം 5 തവണ പ്രേതത്തെ കാണുകയോ അനുഭവിക്കുകയോ ചെയ്തിട്ടുള്ള ആളാണ്. അലക്സാണ്ടർ ജേക്കബ് സാറിനെ പറ്റി ആദ്യം പറയാം. അദ്ദേഹം വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കേരള പോലീസിൽ തന്നെ ഏറ്റവും മികച്ച ഓഫീസർമല്ല. അത് മനുഷ്യത്വത്തിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പോലീസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ്, നിങ്ങൾക്കറിയാമായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരാളായിരുന്നു അദ്ദേഹം ഈ ഒരു റിട്ടയർമെൻറ്റിന് ശേഷമാണ് ഇത്തരം കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുക. പിന്നെ സ്പിരിച്വൽ ആസ്പെക്റ്റ്, പ്രേതം, ഭൂതം, ഇത്തരം കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുകയും അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് ബാക്ക്ലാഷുകളും ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നല്ല. എൻ്റെ അച്ഛൻ പോലീസിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ, ഈ അലക്സാണ്ടർ ജേക്കബ് സാറിൻ്റെ കീഴിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് അദ്ദേഹം. ഒരുപാട് റെസ്പെക്റ്റോടുകൂടി കാണുന്ന ഒരാളാണ് അലക്സാണ്ടർ ജേക്കബ് സാർ. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള വ്യക്തിയാണ്. ഞങ്ങൾ തമ്മിലങ്ങനെ കമ്പനിയോ പരിചയമോ ഒന്നുമില്ല, ജസ്റ്റ് അറിയാം, കണ്ടിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം പറയുന്ന ചില എക്സ്പീരിയൻസുകളിൽ ചില കാര്യങ്ങൾ അദ്ദേഹം മിസ്ലീഡ് ചെയ്യപ്പെടുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതായത് അദ്ദേഹം ചില ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളെ പറ്റിയൊക്കെ എപ്പോഴും പറയാറുണ്ട്. അതായത് ഈ സ്വാമി ആഹാരം കഴിക്കാതെ ഇന്ന ദിവസം ഇരുന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടു, ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടു, അതിൻ്റെ ഡോക്യുമെൻ്ററി ഇന്നും അവൈലബിൾ ആണെന്ന്. ആ ഡോക്യുമെൻ്ററിയുടെയൊക്കെ ആധികാരികത അന്ന് തന്നെ പൊളിക്കപ്പെട്ടതാണ്. അതായത് അത് ഫേക്കാണ് എന്നുള്ളത് തെളിയിക്കപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം വേറെ, എനിക്കൊന്ന് ഇദ്ദേഹം ഞങ്ങളുടെ നാട്ടിലൊരു കോവിലിൽ ഇങ്ങനെ പ്രസംഗിക്കാൻ വന്നപ്പോൾ ഇദ്ദേഹം പറയുകയുണ്ടായി, ബ്രഹ്മമുഹൂർത്തത്തിൽ എണീച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇത്
നമുക്ക് എന്ത് സംഭവിക്കുമെന്ന്, ബുദ്ധി കൂടുമെന്നോ അങ്ങനെ എന്തോ ഒരു കാര്യം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല അദ്ദേഹം പറഞ്ഞ എന്താണെന്ന്. അത് അദ്ദേഹം പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ സായിപ്പ് കണ്ടുപിടിച്ച് സായിപ്പ് അത് ശാസ്ത്രീയമായി തെളിയിച്ചപ്പോൾ നമ്മൾ പണ്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കാര്യം നമ്മളിപ്പോൾ അംഗീകരിക്കാൻ റെഡിയായെന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. ഞാൻ അതിനെപ്പറ്റി വിശദമായി പിന്നീട് സെർച്ച് ചെയ്തൊക്കെ നോക്കിയതാണ്. അങ്ങനെ ഒരു കണ്ടുപിടുത്തം ശാസ്ത്രീയമായി ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ. അങ്ങനെ ഒരു ശാസ്ത്രീയ കണ്ടുപിടുത്തം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇദ്ദേഹം ഒരുപാട് മിസ്ലീഡ് ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. കാരണം ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഇദ്ദേഹം വിശ്വസിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ പ്രായം മറ്റു കാര്യങ്ങളൊക്കെ കണക്കിലെടുത്ത് ഇത്തരം അബദ്ധങ്ങളൊക്കെ മനുഷ്യന് പറ്റാം. കാരണം വി ആർ ഒൺലി എൻ ഓർഡിനറി പേഴ്സൺ. നമ്മൾ സാധാരണ മനുഷ്യരാണ്, നമുക്ക് തെറ്റുകൾ സംഭവിക്കാം. പക്ഷേ അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ജെന്യൂനാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് അദ്ദേഹം പറയുന്ന പ്രേതാനുഭവങ്ങൾ, ആത്മാവിനെ കൊണ്ടുവന്ന് കേസ് തെളിയിച്ചു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ശരിക്കും അദ്ദേഹം പറയുന്നത് സത്യമാണ്. അതായത് അദ്ദേഹം പറയുന്നത് സത്യമാണെന്നുള്ള വിശ്വാസം അദ്ദേഹത്തിനുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പ്രഷനൊക്കെ കാണുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കാരണം അദ്ദേഹം 100% ആധികാരികതയോടുകൂടിയും സത്യസന്ധമായാണ് ഇത് പറയുന്നത്. പിന്നെ അപ്പോൾ ഇതെന്താണ് ഇതിൻ്റെ സംഭവം? ശരിക്കും പ്രേതം വന്നോ? ഈ കേസ് തെളിയിച്ച മറ്റു കാര്യങ്ങളെ പറ്റി അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. നമുക്ക് ഇദ്ദേഹം പ്രേതത്തിനെ കണ്ടു എന്ന് പറയുന്ന 1-2 അനുഭവങ്ങളെ പറ്റി പറയാം. ഇതിനെപ്പറ്റി ഞാൻ മുമ്പ് ചെയ്ത വീഡിയോ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ ടൈം സ്ലിപ്പ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സ്വാഭാവികമായി സംഭവിക്കുന്നൊരു കാര്യമാണ്. അത് നമ്മുടെ പ്രപഞ്ചത്തിൽ പലപ്പോഴായി സംഭവിക്കുന്നൊരു കാര്യമാണ്. അതായത് നിങ്ങൾക്കൊരു സൈക്കിക് വൈബ്രേഷനുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് സ്വാഭാവികമായും പണ്ട് നടന്ന കാര്യങ്ങൾ ഒരു സിറ്റുവേഷനിൽ കാണാൻ സാധിച്ചെന്നിരിക്കും. അപ്പോൾ ആ കണ്ട കാര്യവുമായിട്ട് നമുക്ക് ഇൻ്റർഫിയർ ചെയ്യാൻ സാധിക്കില്ല. അദ്ദേഹം അങ്ങനെ ഒരു അനുഭവം കണ്ടതായിട്ട് ഞാൻ പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ എന്താണ് ഞാൻ കണ്ടത് വർഷങ്ങൾക്ക് മുമ്പ്. അതായത് അദ്ദേഹം ഒരു വീട്ടിൽ തറവാട്ടിൽ താമസിക്കുമ്പോൾ അവിടെ താഴെ കുറേ നമ്പൂതിരിമാരോ അങ്ങനെയുള്ള ക്യാരക്ടറിൽപ്പെട്ട ചില ആളുകൾ എന്തോ ഒരു ഫംഗ്ഷൻ ഇങ്ങനെ താലമൊക്കെ ആയിട്ട് വരിയായിട്ട് പോകുന്നത്, താലപ്പൊലി പോലെ പോകുന്നത് അദ്ദേഹം ഒരു ദിവസം രാത്രി 2 മണിക്ക് കണ്ടിട്ടുണ്ടോ എന്ന് അദ്ദേഹം പറഞ്ഞു. അതൊരു ക്ലിയർ കേസ് ഓഫ് ടൈം സ്ലിപ്പായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹം ഒരു വീട്ടിൽ താമസിച്ചിരുന്ന സമയത്ത്, ഞാൻ കൊല്ലത്താണെന്നാണ് എൻ്റെ ഊഹം, കൊല്ലത്ത് താമസിച്ചിരുന്ന സമയത്ത് അവിടെ വെച്ചൊരു പ്രേതാനുഭവം ഉണ്ടായി. പ്രേതം ഇദ്ദേഹവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഡ്രൈവറിനും അതേ എക്സ്പീരിയൻസ് ഉണ്ടായി, അദ്ദേഹത്തിൻ്റെ വൈഫിനും ആ എക്സ്പീരിയൻസ് ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ഡ്രൈവറിനൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞാൽ ജെന്യൂനായിട്ട് തന്നെ പറയുന്ന കാര്യങ്ങളാണ്. അത് പിന്നീട് അവരൊരു ഇങ്ങനെ ട്രിവാൻഡ്രത്തു നിന്നൊരു സന്യാസി അല്ലെങ്കിൽ ഒരു നമ്പൂതിരിയായിട്ടുള്ള ഒരു പൂജയൊക്കെ ചെയ്യുന്ന ശാന്തിയായിട്ടുള്ള ആളെ കൊണ്ടുവന്ന് അത് ക്ലിയർ ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ കൊണ്ടുവന്ന സമയത്ത് അവിടെ ചില ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ഗോസ്റ്റ് അല്ലെങ്കിൽ ഒരു പാരനോർമൽ ആക്ടിവിറ്റി സംഭവിച്ചതായി പറയപ്പെടുന്നു. നോക്കൂ, ഞാൻ മനസ്സിലാക്കുന്നത് ഈ അലക്സാണ്ടർ ജേക്കബ് സാർ ഒരു സാധാരണ മനുഷ്യനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അദ്ദേഹം വളരെ സെൻസിറ്റീവാണ്. അദ്ദേഹത്തിനൊരു ജെനുവിനിറ്റി ഉണ്ട്. അതായത് ഒത്തൻറ്റിസിറ്റി എന്ന് പറയുന്നൊരു കാര്യം. ഈ ഒത്തൻറ്റിസിറ്റി, നമ്മൾ സ്വാഭാവികത എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാകുന്നില്ല. മനുഷ്യർ പൊതുവേ അഭിനയിക്കുന്നവരാണ്. നമ്മൾക്ക് നമ്മുടെ വീടിനകത്തുള്ള സ്വഭാവമായിരിക്കില്ല നമുക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ ഉണ്ടാവുക. നമ്മളുടെ അച്ഛനോട് പെരുമാറുന്ന പോലെയല്ല നമ്മുടെ അമ്മയോട് പെരുമാറുന്നത്, നമ്മുടെ മകനോട് പെരുമാറുന്നത്. നമുക്ക് ഓരോയിടത്തും ഓരോ മുഖമാണ്. നമ്മുടെ മുഖങ്ങൾ ഇങ്ങനെ മാറി 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 വന്നുകൊണ്ടേയിരിക്കും. അതാണ് നമ്മുടെ ഒരു പ്രശ്നം. അപ്പം അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജെന്യൂനിറ്റി നഷ്ടപ്പെട്ടു പോവുകയാണ്. നമ്മുടെ സ്വാഭാവികത നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് സ്വാഭാവികമായ ആളുകളോട് ഇടപഴകാനോ അത്തരം സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടാനോ പോലും സാധിക്കാത്ത സാഹചര്യത്തിലോട്ട് പോകും. ഈ ഒത്തൻറ്റിസിറ്റിയാണ് ഏറ്റവും മനുഷ്യന് ആവശ്യമുള്ള, മനുഷ്യൻ്റെ വൈബ്രേഷൻ്റെ ഏറ്റവും പീക്ക് എന്ന് പറയുന്നത് ഒത്തൻറ്റിസിറ്റിയാണെന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ ഒത്തൻറ്റിക് ആയിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വൈബ്രേഷൻ അത്രയും ഹൈ ആയിരിക്കും, നിങ്ങൾ അത്രയും ജെന്യൂൻ ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും. നിങ്ങളുടെ അടുത്ത് വരുന്നവർക്കൊരു സ്വസ്ഥതയും സ്വാഭാവികതയും ഒക്കെ ഉണ്ടാവും. ഇതിന് പുറമേ ചില സൈക്കിക് ആസ്പെക്റ്റുകളെ പറ്റി ഇതിൽ പറയുന്നുണ്ട്. എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ജെന്യൂൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹൈലി സെൻസിറ്റീവ് ആവും. നിങ്ങൾ ഹൈലി സെൻസിറ്റീവ് ആവുമ്പോൾ നിങ്ങളുടെ ഇത് സൈക്കിക് എബിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുമെന്നാണ് പാരാസൈക്കോളജി പറയുന്നത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇദ്ദേഹം വളരെ ജെന്യൂൻ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ആ ഒരു ജെന്യൂനിറ്റി ഉണ്ട്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, ഒരു പോലീസുകാരനായിരുന്ന അദ്ദേഹം IPS റാങ്കോ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇപ്പോഴും ടെക്നോളജിയും മറ്റ് കാര്യത്തിലും എല്ലാം വളരെ മീഡിയയിൽ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വളരെ അപ് ടു ഡേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന് നല്ലപോലെ അറിയാം ഇദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ ബാക്ക്ലാഷുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും, സൊസൈറ്റി അദ്ദേഹത്തിനെതിരെ തിരിയുമെന്നുള്ള കാര്യം. അതുകൊണ്ട് അദ്ദേഹം അത്തരം കാര്യങ്ങൾ പറയാതിരിക്കുകയല്ല ചെയ്യുന്നത്. അദ്ദേഹം അത്തരം കാര്യങ്ങൾ എന്തിനും പറയുന്നു. കാരണം അദ്ദേഹത്തിന് ആരോടും കള്ളം പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് പറയുന്ന കാര്യം ഉള്ളിൽ ഒളിപ്പിച്ച് എനിക്കുണ്ടായ അനുഭവം ഇങ്ങനെയല്ല അല്ലെങ്കിൽ അതിന് ഇങ്ങനൊരു ആസ്പെക്ട് ഉണ്ടായിരിക്കാന്ന് വെറുതെ ആക്ട് ചെയ്യാൻ അദ്ദേഹം റെഡിയല്ല.
ഈസ് ട്രൈങ് ടു ടോക്ക് ഇറ്റ് ജെനുവിൻലി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ബാക്ക്ലാഷ് ഉണ്ടാകുന്നുണ്ട്. അലക്സാണ്ടർ ജേക്കബ് എന്ന് പറയുന്ന കേരളം റെസ്പെക്ട് ചെയ്തിരുന്ന പോലീസ് മേധാവി ഇന്ന് സത്യം പറഞ്ഞ ഒരു കോമാളിയായിട്ടാണ് പലരും കാണുന്നത്. ഇന്ന് ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവാം അദ്ദേഹം എത്രത്തോളം ഒരു അപമാനമാണ് അവിടെ നേരിടുന്നതെന്ന്. അദ്ദേഹത്തിന് അതൊന്നും ബാധിക്കുന്ന കാര്യങ്ങളല്ല, പക്ഷെ അദ്ദേഹത്തെ വളരെ മോശമായിട്ട് എതിരെ നിൽക്കുന്ന ആളുകൾ പറയുന്നുണ്ട്. ലൈക്ക് ഇദ്ദേഹം പറയുന്നതിൻ്റെ പോസിബിലിറ്റി അദ്ദേഹത്തിൻ്റെ മാനസിക രോഗം കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ് എന്നുള്ള രീതിയിലാണ് അവരത് കണക്കാക്കുന്നത്. ഞാൻ ഇത്രയും പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒത്തൻറ്റിസിറ്റിയും ഈ സൈക്കിക് എബിലിറ്റി ഉള്ള ആളുകൾ ഇപ്പോൾ ഇദ്ദേഹം താമസിച്ചിരുന്ന ഈ കൊല്ലത്തെ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കിയ സ്ഥലത്തിൻ്റെ പേര് കൊല്ലമാണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തിന് ഓൾറെഡി അറിയാമായിരുന്നു അവിടെ ഇങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് ഉള്ളതായിട്ട്. അവിടെ ഇങ്ങനെ പലരും അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള ഈ ഡോക്ടർമാരൊക്കെയും ഇങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് അവിടെ ഉണ്ടാകുന്നു എന്ന് ഇദ്ദേഹത്തിനോട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം അവിടെ ഒരു പ്രയത്നം കാണാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒരാൾ ഒരു കാര്യത്തിൽ വളരെ ഡീപ്പായിട്ടൊന്നും വിചാരിക്കണമെന്നില്ല. അതായത് അദ്ദേഹത്തിൻ്റെ മൈൻഡ് എത്രത്തോളം വൺ പോയിൻറ്റഡ് ആണോ അത്രയും ഈസി ആയിട്ട് അദ്ദേഹത്തിനൊരു പ്രൊജക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനൊരു പാരാസൈക്കോളജി ആസ്പെക്റ്റിൽ നിന്ന് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് അത്തരം അനുഭവങ്ങൾ ഇദ്ദേഹത്തിൻ്റെ തന്നെ പ്രൊജക്ഷനാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രൊജക്ഷൻ ചിലപ്പോൾ ഫിസിക്കൽ റിയാലിറ്റിയിൽ മാനിഫെസ്റ്റ് ചെയ്തിരിക്കാം. മനുഷ്യൻ്റെ മനസ്സിൻ്റെ ശക്തി അതാണ്. ഫിസിക്കൽ റിയാലിറ്റിയിൽ മാനിഫെസ്റ്റ് ചെയ്തിരിക്കാൻ ഇദ്ദേഹത്തിന് ഡ്രൈവറിന് എക്സ്പീരിയൻസ് ഉണ്ടാവാം, ഇദ്ദേഹത്തിന് വൈഫിന് എക്സ്പീരിയൻസ് ഉണ്ടാവാം, അവിടെ വന്ന ഈ ശാന്തിക്കാരനും ആ എക്സ്പീരിയൻസ് ഉണ്ടാവാം. കാരണം ഇദ്ദേഹത്തിൻ്റെ ഒരു വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ മൈൻഡ് വളരെ വൺ പോയിൻറ്റഡ് ആണ്. അതായത് ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഇദ്ദേഹത്തിന് വളരെ ഈസി ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്ന വ്യക്തിയാണ് അലക്സാണ്ടർ ജേക്കബ് സാർ എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. നിങ്ങൾക്ക് അദ്ദേഹത്തിന് നേരിട്ട് പോയി മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അദ്ദേഹം പല ബുക്കുകളും ഒരു ബുക്ക് വായിക്കാനിരുന്നു കഴിഞ്ഞാൽ വളരെ കോൺസെൻട്രേഷനോടുകൂടി വായിച്ചു തീർത്തു കഴിഞ്ഞാൽ അതിൽ 80% കാര്യവും ഒരു തവണ വായിച്ചാൽ തന്നെ ഓർമ്മ നിൽക്കുകയും ചെയ്യുന്ന ഒരു മെമ്മറി ഉള്ള വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് പലരും പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇദ്ദേഹത്തിന് അറിയാമെന്നുള്ള ആളുകൾ. സോ ഡെഫിനറ്റ്ലി ഇദ്ദേഹത്തിൻ്റെ മൈൻഡ് വളരെ കോൺസെൻട്രേറ്റഡ് ആണെന്നും വൺ പോയിൻറ്റഡ് ആണെന്നും പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവാത്തതുമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ഒബിയസ്ലി ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രൊജക്ഷൻ അവിടെ ഉണ്ടായതാണ്. കാരണം ഇദ്ദേഹം ഓൾറെഡി ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ തന്നെ അവിടെ ഇങ്ങനെ പ്രേതത്തിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നെന്നും പ്രേതത്തിനെ കാണുമെന്ന് ഇദ്ദേഹം എക്സ്പെക്റ്റ് ചെയ്തതായിട്ടും ഇദ്ദേഹം തന്നെ ആ പറയുന്ന സംഭവത്തിൽ പറയുന്നുണ്ട്. സോ അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പ്രൊജക്ഷനാണ് അവിടെ സംഭവിക്കുന്നത്. ഈ പ്രൊജക്ഷൻ നമുക്കറിയാതെ സംഭവിക്കുന്നത്. നിങ്ങൾക്കൊരു സൈക്കിക് എബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങളത് അറിയണമെന്നില്ല. നിങ്ങളെ ചുറ്റും നടക്കുന്ന ചില സൂപ്പർ നാച്ചുറൽ അല്ലെങ്കിൽ പാരാനോർമൽ ആക്ടിവിറ്റിക്ക് കാരണം നിങ്ങളായിരിക്കും, പക്ഷെ നിങ്ങളത് അറിയണമെന്നില്ല. ഈ ചാത്തനേറ് സംഭവിക്കുന്നത് അങ്ങനെയാണെന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. മീൻസ് പാരാസൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ജോർജ് സാർ തന്നെ പറഞ്ഞാണ് ഞാൻ കേട്ടിട്ടുള്ളത്. സോ ഡെഫിനറ്റ്ലി ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ കാര്യങ്ങളൊന്നും സയൻറ്റിഫിക്കലി പ്രൂവൺ ആവാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളിതെല്ലാം അക്സെപ്റ്റ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ നമുക്ക് ഓപ്പൺ ആയിട്ടിരുന്നൂടെ? നമ്മൾ എന്തിനാണ് ഇതിങ്ങനെ ആകാൻ പാടുള്ളൂ? ഇങ്ങനെ ഒരാൾ പറയുമ്പോൾ അവനൊരു മണ്ടനാണ് അല്ലെങ്കിൽ അവനൊരു മാനസിക രോഗിയാണെന്ന് തലയിൽ ഒരു ഇതെടുത്ത് വയ്ക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ടിട്ടുണ്ടെങ്കിൽ, ലോകത്തെ സൈക്കാട്രിസ്റ്റുകളുമായി നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ആരും നോർമലല്ല. അതായത് നോർമൽ എന്നൊരു വാലിഡിറ്റി ഇല്ല. ഓരോ മനുഷ്യൻ്റെയും മനസ്സിരിക്കുന്ന ഡിഫറെൻറ്റ് ലെവലിലാണ്. നമ്മൾ ഒരേപോലെ ചില ആസ്പെക്റ്റിൽ വരുമ്പോഴത്തേക്കും നമ്മൾ അതാണ് നോർമൽ എന്നൊരു ബാരിയർ ഇട്ട് നമ്മൾ വയ്ക്കുന്നു. അല്ലാതെ കംപ്ലീറ്റ്ലി നോർമൽ എന്ന് പറയുന്ന ഒരു വ്യക്തി പോലും ലോകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ ഒരിക്കലൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാരാസൈക്കോളജിസ്റ്റ് കോൺഫറൻസ് കഴിഞ്ഞ് ഇറങ്ങി വരുന്ന പാരാസൈക്കോളജിസ്റ്റില്ല, സൈക്കാട്രിക് കോൺഫറൻസ് കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സൈക്കാട്രിസ്റ്റുകളെ. അപ്പോൾ ഈ സൈക്കാട്രിസ്റ്റുകളോട് ഇൻ്റർവ്യൂവർ പോയി ഇങ്ങനെ ചോദിക്കുകയാണ്. അവരൊക്കെ വളരെ സീനിയറാണ്, 10, 30, 40 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. അവരോട് പോയി ഇങ്ങനെ ഈ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഈ ഒരു ഇൻ്റർവ്യൂവർ ചോദിക്കുന്നുണ്ട്, ഇത്രയും കാലം ട്രീറ്റ് ചെയ്തിട്ട് നിങ്ങൾ എത്ര പേഷ്യൻസിനെ ക്യൂർ ചെയ്തിട്ടുണ്ടെന്ന് എല്ലാവരോടും ചോദിക്കുന്നുണ്ട്. ഒരാളെ പോലും ഞാൻ ക്യൂർ ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി ഒരു സൈക്കാട്രിസ്റ്റുകളും ധൈര്യപ്പെട്ടിട്ടില്ല. അവരെല്ലാവരും ചിരിച്ചുകൊണ്ട് ആരെയും ക്യൂർ ചെയ്തിട്ടില്ല എന്നാണ് മറുപടി പറഞ്ഞത്. അതൊരു സത്യമാണ്. കാരണം ഇവിടെ എന്താണ് നോർമൽ? നമുക്ക് ബേസിക് ആയിട്ടൊരു നോർമൽ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടോ? അതില്ലാത്തടത്ത് നമ്മൾ എങ്ങനെയാണ് ഇതാണ് ശരി, ഇതാണ് സ്വാഭാവികത, ഇതാണ് സാധാരണ എങ്ങനെ പറയാൻ സാധിക്കില്ല. അപ്പോൾ ഒരാളെയും നമുക്ക് ട്രീറ്റ് ചെയ്ത് ഭേദമാക്കാൻ പറ്റില്ല. നമ്മൾ മൈൻഡിൻ്റെ ഒരു ലെവലിൽ നിന്ന് ചിലപ്പോൾ അദ്ദേഹത്തിന് ഒരു ലെവലിൽ നിൽക്കുമ്പോൾ മൈൻഡ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറ്റി വേറൊരു ലെവലിലോട്ടാക്കി കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അതാണ് നോർമൽ. അത് കംപ്ലീറ്റ്ലി പെർഫെക്റ്റ്ലി ക്യൂർ ചെയ്യപ്പെട്ട ഒരു സിറ്റുവേഷനാണെന്ന് നമുക്ക് ഒരിക്കലും അവകാശപ്പെടാൻ സാധിക്കില്ല. അപ്പോൾ ഈ അലക്സാണ്ടർ ജേക്കബ് സാറിൻ്റെ കാര്യത്തിലും ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിനൊരു സൈക്കിക് എബിലിറ്റി ഉള്ള വ്യക്തിയാണ്. അദ്ദേഹം വളരെ സെൻസിറ്റീവായ വ്യക്തിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്തരം അനുഭവങ്ങൾ കണ്ടിന്യൂസ്ലി ഉണ്ടാകുന്നത്. എന്നാൽ അദ്ദേഹം ഇതിനെപ്പറ്റി പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഇൻ്റർനെറ്റിൽ കാണുന്ന ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം വിശ്വസിക്കാറുണ്ടെന്നും അതുകൊണ്ട് അദ്ദേഹം ചില കാര്യങ്ങൾ മിസ്ലീഡ് ചെയ്യപ്പെടാറുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്.
പക്ഷേ അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കി പറഞ്ഞ് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. ഈസ് എ ജെന്യുവിൻ പേഴ്സൺ. അദ്ദേഹം ഒരു ഒത്തൻറ്റിക് ആയിട്ടുള്ള മനുഷ്യനാണ്. പിന്നെ ഈ പറഞ്ഞാൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഹാലൂസിനേഷൻ ആണെന്ന് നമുക്ക് പറയാം. ആയിക്കോട്ടെ, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കോൺഷ്യസ്നെസ്സിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹം കാണുന്ന റിയാലിറ്റി മാത്രമേ അദ്ദേഹത്തിന് കാണാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരാൾക്ക് ആ റിയാലിറ്റി കാണാൻ സാധിക്കില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമുക്കിത് ജഡ്ജ് ചെയ്യാൻ സാധിക്കുന്നത്? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. ഞാനിവിടെ ഒരു ഫോട്ടോ ഇങ്ങനെ പ്ലേസ് ചെയ്യാം. നിങ്ങൾ ആ ഫോട്ടോ കണ്ടു നോക്കുക. ഞാൻ നിങ്ങൾക്കെല്ലാവരും നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ള ഫോട്ടോ ആയിരിക്കും. ഞാൻ നേരത്തെ പോസ്റ്റായിട്ട് ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. എല്ലാവർക്കും ഈ ഫോട്ടോയിൽ ഒരേ നിറങ്ങൾ കാണാൻ സാധിക്കില്ല. അതാണ് ഈ ഫോട്ടോയുടെ കുഴപ്പം. അപ്പോൾ അതെന്താണ്? ലൈക്ക് നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ ശരിയല്ലാതാവും, മറ്റൊരാൾ കാണുന്നത് വേറൊന്നാവും. ഇങ്ങനെയാണ് മനുഷ്യൻ്റെ തലച്ചോറ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ കോൺഷ്യസ്നസ് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒരാൾ കാണുന്നതല്ല മറ്റൊരാൾ കാണുന്നത്, ഒരാൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതല്ല മറ്റൊരാൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഈ ഒരു ഫോട്ടോയുടെ കാര്യത്തിൽ ഇങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിൽ കാണുന്ന എല്ലാ കാര്യവും ഇതുപോലെ ആയിരിക്കും. നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് പറയാം, നീ ഇങ്ങനെയാണോ കാണുന്നത്, നീ ഇതാണോ കാണുന്നത് എന്നിങ്ങനെ ആൾക്കാരോട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ലൈഫിലെ എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളും നമ്മൾ ചോദിക്കാറുണ്ടോ? ഇല്ല, ചോദിക്കാറില്ല. ഡെഫിനറ്റ്ലി. അപ്പോൾ അത് ചോദിക്കാത്തത് കൊണ്ട് തന്നെ അവർ കാണുന്ന കാര്യങ്ങൾ നമുക്കറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമുക്കൊരാളൊരു കാര്യം പറഞ്ഞ് മാറ്റാൻ സാധിക്കില്ല. നമ്മളൊരു വ്യക്തിയുടെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ തെറ്റാണെന്ന് നമുക്കറിയാം. നമ്മൾ പോയി അദ്ദേഹത്തിനോട് ഒരുപാട് ഇങ്ങനെ സംസാരിക്കുകയാണ്. എത്രയൊക്കെ സംസാരിച്ചിട്ടും അദ്ദേഹത്തിന് അത് മനസ്സിലാവുന്നില്ല. നമ്മൾ തെളിവ് കാണിച്ചു കൊടുക്കുകയാണ്, എന്നിട്ടും അദ്ദേഹത്തിന് അത് മനസ്സിലാവുന്നില്ല. അതെന്തുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ ഫോട്ടോയിലെ കാര്യം തന്നെയാണ് അതിൻ്റെയും കാരണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കാണുന്ന റിയാലിറ്റി അല്ല അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സ്പീരിയൻസ് അല്ല അവരുടെ എക്സ്പീരിയൻസ്. സോ ഡെഫിനറ്റ്ലി വി കാൺ ചേഞ്ച് ദം. അതിന് നമുക്ക് അവരെ കുറ്റം പറയാൻ സാധിക്കും? ഒരിക്കലുമില്ല. ദേ ആർ ബോൺ ലൈക്ക് ദാറ്റ്. ചിലപ്പോൾ അവരുടെ ഒരു കാലക്രമേണയുള്ള ഡെവലപ്മെൻറ്റിൽ അവരുടെ മൈൻഡും കോൺഷ്യസ്നസ്സും ഒക്കെ ചേഞ്ച് ആകുമ്പോൾ ചിലപ്പോൾ അവർ കാണുന്ന കാര്യങ്ങൾ മാറിയെന്നിരിക്കാം. നമ്മുടേതും അങ്ങനെ സംഭവിക്കാം. സോ ഇത് ആരുടെ ഒരു കുറ്റമല്ല. നമ്മളിവിടെ എല്ലാ പോസിബിലിറ്റിക്കും ഓപ്പൺ ആയിട്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓപ്പൺനെസ് കീപ്പ് ചെയ്താൽ മാത്രമേ നമുക്കൊരു ജെനുവിനിറ്റി ഉണ്ടാവുള്ളൂ. ജെനുവിനിറ്റി ഉണ്ടായാൽ മാത്രമേ നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ പോലും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഇദ്ദേഹം പറയുന്ന പോസിബിലിറ്റീസൊക്കെ പല ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റുകളും, അതായത് സയൻസ് ആസ്പെക്റ്റിൽ നിൽക്കുന്ന ആൾക്കാരും എഗ്രി ചെയ്യുന്ന, അല്ലെങ്കിൽ പോസിബിലിറ്റി ഉണ്ടെന്ന് ഓപ്പൺനെസ്സോടുകൂടി കാണുന്നവരാണ്. പക്ഷേ ഇദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്ന ആൾക്കാരത്തിനും ആരും അത്ര ഓപ്പൺനെസ്സിന് തയ്യാറായി ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. ഈ പറയുന്ന സയൻറ്റിസ്റ്റുകളുടെ ആസ്പെക്ട്സ് എടുത്തു വെച്ചാണ് ഇവർ തർക്കിക്കുന്നത്. എന്നിട്ട് അവർ ആ ഓപ്പൺനെസ്സിന് റെഡിയല്ല എന്നുള്ളത് ഐ ഫീൽ ബാഡ്. എനിക്ക് വിഷമം തോന്നാറുണ്ട്. സയൻസിന് തള്ളിക്കളഞ്ഞ് ഇവിടെ ആർക്കും ജീവിക്കാൻ സാധിക്കില്ല. ഡെഫിനറ്റ്ലി സയൻസിന് ഇതെല്ലാം ഉൾക്കൊള്ളുന്നൊരു ടൈം വരുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനുവേണ്ടി ഐ എം വെയിറ്റിംഗ്. സോ വി ഡോണ്ട് ഹാവ് ടു സ്പെക്കുലേറ്റ് എനിമോർ. താങ്ക് യു.